ഇനി ഇത്തവണത്തെ ഫുട്ബോൾ ലോകകപ്പ് മത്സരം മത്സരങ്ങൾ ഇതിഹാസ താരങ്ങളുടെ വിടവാങ്ങൽ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാകുമെന്നാണ് നമ്മുടെ സ്വന്തം ഹെഡ്മാസ്റ്റർ മുഹമ്മദ് റാഫി പറയുന്നത്. ഭൗതിക സാഹചര്യങ്ങളും പരിശീലന സൗകര്യമൊക്കെ ഒരുക്കിയാൽ ഭാവിയിൽ ലോകകപ്പ് കളിക്കാനുള്ള ആ സ്വപ്നം, ഇന്ത്യയുടെ സ്വപ്നം, അത് പൂവണിയുമെന്നും മുഹമ്മദ് റാഫി ന്യൂസ് 18 പങ്കുവച്ചു. ഫുട്ബോളിലൂടെ തൃക്കരിപ്പൂരിൻ്റെ പേര് ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ആളാണ് മുഹമ്മദ് റാഫി. നമ്മോടൊപ്പം മുഹമ്മദ് റാഫി ചേരുന്നു. ഇപ്പോൾ ലോകം മുഴുവൻ ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിലാണ്. എങ്ങനെയാണ് റാഫി ഇതിനെ? തീർച്ചയായും നമുക്ക് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പോൾ അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, അതുപോലെ ഫ്രാൻസ്, എല്ലാ സ്ഥലത്തും നമുക്കിപ്പം അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ കട്ടൗട്ടറും അതുപോലെ വേറെ ബാൻഡറും, അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഒരു ആവേശത്തിൽ, എല്ലാവരും ആവേശത്തിലാണ്. അപ്പം നമുക്ക് ഭയങ്കര ആവേശം. ഇപ്പം നമ്മുടെ നാട്ടിലാണ് തൃക്കരിപ്പൂരാണെങ്കിലും എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെടുന്ന ടീമിൻ്റെ കട്ടൗട്ടറും അതുപോലെ ഫ്ലാഗും ഒക്കെ വെച്ചിട്ടേ ഉള്ളത്. നല്ലൊരു ആവേശത്തിൽ തന്നെയാണ് നമുക്കിപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇത്തവണ പറയുമ്പോൾ ഏറ്റവും ഒരു പ്രധാനം, ഇപ്പോൾ മെസ്സി ആയിക്കോട്ടെ, നെയ്മർ ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, ഒരു പക്ഷേ അവരുടെ അവസാനത്തെ ഒരു മാച്ച് ആയിരിക്കും. അത് എത്രത്തോളം കായിക പ്രേമികൾക്ക് ഈ പ്രാധാന്യമാണ് ഈ ഒരു വേൾഡ് കപ്പ്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഈ വേൾഡ് കപ്പ് ഒരാളും മിസ് ചെയ്യരുത്. നേരിട്ട് പോയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ ടി വിയിൽ എന്തായാലും തീർച്ചയായും കാണാം. ഈ 3 പേരും ഇതിഹാസങ്ങളാണ്. ഈ 3 പേരും ഈ വേൾഡ് കപ്പോട് കൂടി എനിക്ക് തോന്നുന്നു റിട്ടയർമെൻറ്റ് എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേൾഡ് കപ്പ് മിസ്സായി കഴിഞ്ഞാൽ അത് നമ്മളെ ലൈഫിലുള്ള വലിയൊരു ബിഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 3 പേരെ മാച്ചും പരമാവധി എല്ലാ മാച്ചും കാണാൻ നോക്കുക. ഇങ്ങനെയുള്ളൊരു വേൾഡ് കപ്പ് നമുക്ക് തന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഈ 3 ആളും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, കേരളത്തിലായാലും വേൾഡിലാണെങ്കിലും നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മെസ്സി, റൊണാൾഡോ, നെയ്മർ. ഇവരെ 3 പേരും ഡിഫറെൻറ്റ് രീതിയിലുള്ള ശൈലിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മെസ്സിനെയാണ്. അപ്പോൾ മെസ്സിൻ്റെ ഒരു ടാലൻറ്റും കാര്യങ്ങൾക്കും വേറെയാണ് റൊണാൾഡോ, അതുപോലെ നെയ്മർ. അപ്പോൾ ഈ 3 പേര് മാച്ചസും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഈ വേൾഡ് കപ്പിൽ നോക്കാം. ശരിയാണ്, ഇതിഹാസങ്ങൾ 3 പേരുണ്ട്, ഒരുപാട് കളിക്കാരും ഉണ്ട്. ആരായിരിക്കും ഇത്തവണ ഈ കപ്പ് തൂക്കുക, ലോക കിരീടം ആർക്ക് നേടും, ആരായിരിക്കും മികച്ച പ്ലെയർ ആവാൻ? അങ്ങനെ റാഫിക്ക് വ്യക്തിപരമായ ആരെയാണ്? തീർച്ചയായിട്ടും ഞാൻ അർജൻറ്റീനയെന്ന് കാണുന്നു. ഞാൻ വെച്ചാൽ ഇന്നലെ രാവിലെ ഞാനൊരു അർജൻറ്റീന ഐസ്ലാൻഡിലെ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാച്ച് ഞാൻ ഫസ്റ്റ് ഹാഫ് കൂടുതൽ ഫുള്ള് കളിച്ചത് ഒരു 11 പ്ലേയേഴ്സ് കളിച്ചതും യങ്സ്റ്റേഴ്സ് ആയിരുന്നു നമ്മളെ അർജൻറ്റീനൻ്റെ. സെക്കൻഡ് ഹാഫാണ് മെസ്സിയും പേട്രോ അവരെല്ലാം വന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വാഡും നല്ല സ്ക്വാഡാണ്. അതുപോലെ എല്ലാ ടീമും അതേപോലെ നല്ല സ്ക്വാഡുണ്ടാവും. ഇപ്പോൾ ജർമ്മനി ആണെങ്കിൽ, ഫ്രാൻസ് ആണെങ്കിൽ, ബ്രസീൽ ആണെങ്കിൽ, പോർച്ചുഗൽ ആണെങ്കിൽ എല്ലാവർക്കും നല്ല സ്ക്വാഡുണ്ട്. ഇവർ തമ്മിലുള്ള മാച്ചസ് വരുന്ന അന്നത്തെ ദിവസം ആരായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഗോളാക്കുന്നത്, ആ ടീമായിരിക്കും വിചാരിക്കുക. അപ്പം നമ്മളിപ്പോൾ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്ത് അന്നൊന്നും കളിച്ചിട്ടില്ല, അർജൻറ്റീന തോറ്റതിൻ്റെ കൊണ്ട് നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല. അന്നത്തെ മാച്ചസ് ക്രൂഷ്യൽ ആണെങ്കിൽ അന്നത്തെ മാച്ച് നമ്മൾ ഡു ഓർ ഡൈ എന്നുള്ള രീതിയിൽ കളിച്ച് ജയിച്ചു കഴിഞ്ഞാലേ നമുക്ക് വരാൻ പറ്റും. പക്ഷേ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചാണ്. നമുക്ക് ഇന്ന ആൾ ജയിക്കും. നമുക്ക് എൻ്റെ ഒരു മനസ്സിൽ മീൻസ് അർജൻറ്റീന കുറച്ചും കൂടി ബെറ്ററാണ്. ഈ മെസ്സി പിന്നെ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ടീമിന് ഭയങ്കര പേടിയാകും. അപ്പോൾ ആ ഒരു രീതി മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷവും അർജൻറ്റീന തന്നെ കൊണ്ടുപോകാൻ ചാൻസ്. മറ്റേ രാജ്യങ്ങൾ ഈ കളിക്കാർക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നു, അവർക്ക് പാരിതോഷികം കൊടുക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ ഇന്ത്യയിൽ വരുമ്പോൾ കളിക്കാർക്ക് വേണ്ട പ്രോത്സാഹനം അല്ലെങ്കിൽ ജോലി ഉൾപ്പെടെ അത്തരം സാധ്യതകൾ നമുക്ക് ഇന്ത്യയിൽ നൽകുന്നുണ്ട്? എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയിൽ ഫുട്ബോൾ പ്ലേയേഴ്സിന് ഒരുപാട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ ജോലിയുണ്ട്. കുറച്ച് പേർക്കേ ജോലി കിട്ടാത്തുള്ളൂ. ഈവൻ എനിക്കായാലും ഹെൽത്തിലാണ് ജോലി. പക്ഷേങ്കിൽ ഞാൻ ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ഞാൻ മാച്ചസ് വന്നപ്പോൾ പോയതാണ്. അപ്പോൾ എന്നെ ടെർമിനേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പം ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പോൾ അവർ കഴിയുന്നതോളം എല്ലാ പ്ലേയേഴ്സിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രതീക്ഷയുണ്ട്. അപ്പം ഈ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ട് എനിക്ക് ജോലി കിട്ടി, എൻ്റെ അനിയന് സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ട് ജോലി കിട്ടി. അപ്പോൾ അതുപോലെ ഇല്ല പ്ലേയേഴ്സ് ഒരുപാട് സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ടില്ല, അതുപോലെ യൂണിവേഴ്സിറ്റി കളിച്ചവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് നോക്കുന്നുണ്ട്. ഫുട്ബോൾ പ്ലേയേഴ്സിന് ഏകദേശം ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പം ഇതൊരു നമുക്ക് ഇപ്പം മറ്റേ ഗവൺമെൻറ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പഠിച്ച് അവർക്ക് ഇപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടില്ല. നമ്മൾ ഫുട്ബോൾ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഗവൺമെൻറ് ജോലി കിട്ടിയത്. അപ്പം ഇത് നല്ലൊരു തന്നെയാണ് നമുക്ക് നമ്മളെ കരയിൽ.
എന്തായാലും മെസ്സി ആയാലും റൊണാൾഡോ ആയാലും ഇത്തരത്തിലുള്ള ഏറെ ആരാധകരുള്ള കളിക്കാരുള്ള ഒരു അവസാനത്തെ മാച്ചായിരിക്കുമെന്നാണ് മുഹമ്മദ് റാഫി ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെയൊക്കെയാണ് ഈ ഫുട്ബോൾ പരമാവധി കാണാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെ സാധ്യത അത് ഇനി ഏതായാലും എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും നമുക്ക് ഇതിൽ നിന്നും പറയാൻ സാധിക്കുന്നില്ല. തൃക്കരിപ്പൂരിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. മറഡോണയുടെ കാലം മുതൽ തന്നെ താൻ അർജന്റീനിയൻ ഫാനാണെന്നാണ് നടൻ ടീനി ടോം പറയുന്നത്. ഇക്കുറിയും അർജന്റീന കപ്പ് ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെസ്സിക്ക് പകരം വെക്കാൻ മറ്റൊരു കളിക്കാരനില്ല എന്നും ടീനി ടോം. കൊച്ചി കറുകപ്പള്ളിയിൽ ഫുട്ബോൾ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ടീം. ലോകകപ്പിന്റെ വലിയ ആഘോഷങ്ങളിലേക്ക് മാറുമ്പോൾ എവിടെയും ആരവങ്ങൾ തന്നെയാണ്. നമുക്കൊപ്പം ടിനി ടോം കൂടി ചേരുന്നു. ടിനി, ചോദിക്കണ്ട ഏതാ ടീമെന്ന് ചോദിക്കണ്ടല്ലോ. നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ട്. പക്ഷെ അർജന്റീന ഫാനാണ്, മാരഡോണ മുതലുള്ള ആരാധകനാണ്. അപ്പൊ ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പുറം. ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്, തൊട്ടപ്പുറത്തുള്ള സ്കൂളിൽ. അപ്പൊ അന്ന് മുതൽ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ ഒരു എനർജിയാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മുടെ ഇവിടെ പഠിച്ച ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ അവരോടൊപ്പം ആഘോഷിക്കുക എന്നുള്ളതാണ്. അതെ, റിയൂണിയൻ. പഴയ കൂട്ടുകാരും ഇവരെല്ലാരും ഉണ്ട്. അർജന്റീനക്ക് എന്ത് സാധ്യതയുള്ളത്? മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തന്നെ റൊണാൾഡോയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും. അപ്പൊ ശരിക്കും തീവാറുന്ന മത്സരമായിരിക്കും. അപ്പൊ നമുക്ക് അൾട്ടിമേറ്റ് ഷോ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഷോ എന്ന് പറയുന്നത് വേൾഡ് കപ്പാണ്. ഏറ്റവും വലിയ ഏതെടുത്ത് നോക്കിയാലും സ്ക്രീനിലാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും. അപ്പൊ വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഷോന് ആഘോഷിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു ആഘോഷങ്ങൾ വരുവാണ് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഉണ്ടാവില്ല. ഒറ്റക്കെട്ടായിട്ട് ആ സ്പിരിറ്റാണ് നമുക്കിഷ്ടം. ആറാമത്തെ വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ കടക്കുകയാണ്. മെസ്സി നിരാശയോടെ മടങ്ങുന്ന കാഴ്ച നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് കാണും. തിരിച്ചുവരവ് കാണാം. ഫ്രാൻസിന്റെ ഒരാള് ഫൈനൽ ആഘോഷിക്കാൻ ഇവിടെ എത്തോ? അല്ല, എംബാപ്പെ ശരിക്കും കഴിഞ്ഞ വേൾഡ് കപ്പില് 4 കളിയെ കളിച്ചുള്ളൂ. പക്ഷെ ലോക പ്രശസ്തനായി മാറി എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ് എംബാപ്പയില്. കാരണം അർജന്റീന വിറപ്പിച്ച ആളാണ്. ഫൈനലിലൊക്കെ നമ്മളിട്ട് വിറപ്പിച്ച ആളാണ്. അതുകൊണ്ട് ഈ ഒരെണ്ണം മതി ഈ 10 എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ ആദ്യം പോയ ആൾക്കാരല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങ ഫൈനലിൽ കപ്പടിച്ച ആൾക്കാരാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കും. വലിയ ആഘോഷത്തോടെ തന്നെയാണ് ലോകകപ്പിനെ കാത്തിരിക്കുന്നത്. ടിനി പറഞ്ഞതുപോലെ, ടിനി പറയുന്നത് പോലെ അർജന്റീനയെ ഇഷ്ടപ്പെടുന്ന നിരവധി ആരാധകരുണ്ട്. മെസ്സിയെ ലോകകപ്പോടെ പറഞ്ഞയക്കാൻ കഴിയുമെന്നാണ് ടിനിയെ പോലുള്ള ആരാധകർ വിശ്വസിക്കുന്നത്. ക്യാമറമാൻ ഷാംലാലിനൊപ്പം ഞാനിപ്പോൾ ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.